നിങ്ങളുടെ പഠിത്തം കുറച്ചുകൂടി ഇഫക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ടിപ്സുകൾ പറഞ്ഞിട്ട് ഫസ്റ്റത്തെ വണ്ണ് നിങ്ങളുടെ ടേബിൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് അലങ്കരിക്കാൻ നോക്കുക. കുറച്ച് സ്റ്റിക്കേഴ്സും സ്റ്റിക്കി നോട്ട്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ നിങ്ങൾ ഇതിനുകൂടി മൂഡ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു റിവാർഡ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരിക്കലും അപ്പം തന്നെ കുടിക്കാൻ നോക്കാതെ ഇത്ര സമയം ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഓറഞ്ച് ജ്യൂസ് കുടിക്കുള്ളൂ എന്നുള്ളൊരു റിവാർഡ് കൈൻഡ് ഓഫ് സിസ്റ്റം നിങ്ങൾ ഓരോ 45 മിനിറ്റ്സ് കൂടുമ്പോൾ 1 hour കൂടുമ്പോൾ എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ആയിരിക്കും ആ കുഞ്ഞ് റിവാർഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ നോക്കാതെ സ്ഥലം എപ്പോഴും സ്വിച്ച് ചെയ്യാൻ നോക്കുക. ഒരു 1 hour 2 hour കൂടുമ്പോൾ ഇപ്പോൾ രാവിലെ ഹാളിൽ ഇരുന്ന് പഠിക്കുക വെച്ചാൽ ഉച്ചയ്ക്ക് സ്റ്റഡി റൂമിൽ ഇരുന്ന് പഠിക്കുക, ഇല്ലെങ്കിൽ പുറത്തൊക്കെ ഇരുന്ന് പഠിക്കുക. ലൈക്ക് കാറ്റും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ലൈക്ക് എപ്പോഴെപ്പോഴും നമ്മുടെ പഠിപ്പിന്റെ എൻവയറമെന്റ് മാറ്റാൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബോർഡം ഇല്ലാതാക്കാൻ കുറച്ചുകൂടി സഹായിക്കും. ഇത്തിരി കൂടി നമ്മുടെ മൈൻഡും എനർജിയും ഫോക്കസും കൂട്ടാൻ ഇത്തിരി കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും.